Watch full episodes on Jio Hotstar. ഇവനെ പിടിച്ചേ മതിയാകൂ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെല്ലാം ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. അനങ്ങിപ്പോകും. വാവ്, എത്ര ഭംഗിയുള്ള പാരറ്റാ. ബോസ്, ഇവൻ ബോധം കെട്ടുന്ന തോന്നുന്നത്. പട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. വലിയൊരു പ്രശ്നം. ഓ, അങ്ങനെയാണോ? പറ്റിച്ചതാണ് പട്ടു. കൊള്ളാലോ, ഈ പാരറ്റിനെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. എന്റെ പുറകിൽ ആരാ വന്നോണ്ടിരിക്കുന്നത്? എന്റെ ഈശ്വരാ, കട്ടു, ഈ പാരറ്റ് ശരിക്കും ഒരു ആപത്തിലാണുള്ളത്. നമുക്കിതിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജീപ്പിൽ കയറ് പെട്ടെന്ന്. ഗട്ടു, സ്പീഡായിട്ട് ഓടിക്കടാ, സ്പീഡായിട്ട്. ഓഹോ, ഈ കാലത്ത് പക്ഷികൾ പോലും വെറുതെ വിടുന്നില്ല. ബട്ടു, ടൈറ്റ് ആയിട്ട് പിടിച്ചിരുന്നോ. സൂപ്പർ. കണ്ടില്ലേ കട്ടു, ഞാൻ അവരെ എങ്ങനെയാ ഡൈവേർട്ട് ചെയ്തതെന്ന്. അയ്യോ, ഇവര് വീണ്ടും പുറകെ വരുന്നുണ്ടല്ലോ. സാറിനൊന്നും സംഭവിക്കാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ചമ്മക് സിംഗ്, ചായ തരൂ. എന്നിട്ട് ഇത് പറ, ഇത് സ്വപ്നമാണോ അല്ല സത്യമാണോ? ഒന്ന് വേഗം പറ. പറ ചമ്മക് സിംഗ്. അല്ല, ഇതെന്താ കാണിക്കുന്നത്? രക്ഷിക്കൂ! നിങ്ങളെ കൊണ്ട് വെറുതെ സംസാരിക്കാനല്ലാതെ ഒരു കിളിയെ പോലും പിടിക്കാൻ കൊള്ളില്ല. ബോസ്, ആ പേരറ്റ് ഏതോ രണ്ടുപേരുടെ കൂടെ കാറി പോകുന്നത് കണ്ടു ഞാൻ. അവരാരാണെന്ന് പറയോ? അവരുടെ പേരും അഡ്രസ്സും എല്ലാം കണ്ടുപിടിക്കണം, മനസ്സിലായോ? ഇനി ആ തത്തയുടെ കഥ കഴിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ വന്ന് കണ്ടാ മതി, മനസ്സിലായോ? ഊഫിയാലാൽ, നിങ്ങളെ കൊണ്ട് ആ പാരറ്റിനെ പിടിക്കാൻ കഴിയില്ല. അത് ആർമിയുടെ ട്രെയിൻ ക്യാപ്റ്റൻ പാരറ്റ് ആണ്. ഏത് സാഹചര്യത്തിലും ഫൈറ്റ് ചെയ്യാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് പോലീസിനോട് പോയി തീർച്ചയായും നിന്റെ എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്നതായിരിക്കും. ഇനി നിനക്ക് ഒളിക്കാൻ സാധ്യമല്ല. ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ തത്തയെ വിശ്വസിച്ച് നീ കൂടുതൽ കളിക്കേണ്ട മേജർ വിക്രാന്ത് സിംഗ്. എന്റെ പ്ലാൻ ഒരിക്കലും നശിക്കില്ല. ഈ നാടായിരിക്കും നശിക്കാൻ പോകുന്നത്.
ഈ ഹൂഫിയ ലാലിന്റെ പ്ലാൻ അതീവ രഹസ്യമായിരിക്കും. ഈ രഹസ്യം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങള് ബോസിനെ പറ്റി തരംതാഴ്ച ചിന്തിക്കരുത്. 15-ാം തീയതി ഈ നാട് മുഴുവൻ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കണം. ഏ ടിപ്പു, നീ എങ്ങനെ എന്റെ പ്ലാൻ മനസ്സിലാക്കിയത്? ഈ ഹൂഫി ലാലിന്റെ പ്ലാൻ അതീവ രഹസ്യമായിരുന്നല്ലോ. ആ രഹസ്യം ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷെ അത് നീ എങ്ങനെ മനസ്സിലാക്കി? ആരാ ദ്രോഹി ഈ രഹസ്യം ലീക്ക് ചെയ്തത്? ആരാണെന്ന് പറയേ, വേഗം പറയേ, ആരാണെന്ന് പറയേ. ബോസ്, അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ബോസ്. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിരിക്കാം. ശരി, ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരിക്കാം. മേജർ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ നാട് മുഴുവനും ആയിരക്കണക്കിന് ബോംബ് പൊട്ടും. അതിനി അധികം താമസമില്ല. അതിനെപ്പറ്റി നിനക്കും പിന്നെ ആ ക്യാപ്റ്റൻ പാരറ്റിനും അറിയത്തുള്ളൂ. നീ ഞങ്ങളുടെ അടുത്ത് കുടുങ്ങിപ്പോയില്ലേ? നീ ട്രെയിൻ ചെയ്ത പാരറ്റിനെ ഞങ്ങള് കണ്ടുപിടിക്കാതിരിക്കില്ല. ഒരു തവണ ആ പാരറ്റിനെ ഞാൻ എന്റെ കയ്യിൽ കെട്ടിയാ നിങ്ങൾ 2 ഞാൻ വെച്ചേക്കില്ല. അപ്പൊ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. മയിലിനെ പോലെ നൃത്തം ചെയ്യും ഞാൻ. ഓക്കെ കൺട്രോൾ ചെയ്യൂ തത്തേ. ഞങ്ങള് പോലീസിനെ വിളിക്കാമെന്നേ. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ പോലീസിനോട് എന്താണ് പറയാൻ പോകുന്നത്? സാബ്ജി, ഇത്രയും മനോഹരമായ ബെഡ് എവിടെന്നാ കൊണ്ടുവന്ന? കുട്ടാ, നിനക്ക് സുഖാണോ മോനെ? എങ്ങനെയുണ്ടെന്ന്? മിസൈലിന്റെ മേലെ മിസൈൽ എറിഞ്ഞോണ്ടിരിക്കുന്നത് ഞാനിവിടെ ചത്തുകൊണ്ടിരിക്കുക. അപ്പൊ നീ ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്? ഓഹോ ടിങ് ടോങ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞങ്ങളൊന്ന് തത്തയോട് മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ. ഓക്കെ പ്ലീസ്, ബൈ ബൈ, താങ്ക് യു വെരി മച്ച്. ഹേയ് സൂപ്പർ, ഒന്ന് നീക്ക് കട്ടു. ഈ ബട്ടു ചോദ്യം ചോദിക്കുന്നതിൽ ഭയങ്കര പുലിയാണ്. ഈ ഞാൻ ചോദിക്കാം. ഹേയ് തത്തേ, ബട്ടുവിടെ ചക്കര കുട്ടിയല്ലേ? നീ എന്തിനു വേണ്ടിയാണ് പോലീസിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത്? എന്തിനാ പറയൂ. എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് നീ മറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയ്. അതെല്ലാവരുടെ മറച്ചിട്ട് പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെങ്കിലും ഞങ്ങളോട് പറയൂ. രഹസ്യം പറയണമെന്ന് പറയുന്നു. ദ്രോഹിയാണോ നീ? അയ്യോ വിട്ടേക്ക്. അയ്യോ ബട്ടു അങ്ങനത്തവനല്ല. അയ്യോ ബട്ടു നല്ലവനാണ്. എന്നെ വിട്ടേക്ക്. ഒന്നും ചെയ്യല്ലേ. കണ്ടു, ഒന്ന് രക്ഷിക്കേ. മതിയപ്പാ, എനിക്കിനി ഓടാൻ വരുന്നില്ല. ബട്ടു ഇനി ഒരു ചോദ്യം ചോദിക്കില്ല കേട്ടോ. ഞാൻ ടയർഡായി. ഒരുപാട് പറഞ്ഞല്ലോ ക്യാപ്റ്റൻ പാരറ്റ്. പിന്നെ നിങ്ങൾ രണ്ടുപേരോട് ആ തത്തയെ ഞങ്ങൾക്ക് തന്നേക്ക്. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നിങ്ങൾ രണ്ടുപേരും ഒരലിൽ മാവ് കുടുങ്ങിയതുപോലെ പെടും. നിനക്ക് മാവാട്ടണമെങ്കിൽ മാവാട്ടുന്ന കല്ലിൽ പോയിട്ട് ആട്ടിക്കോടാ. ഞങ്ങൾ ഈ തത്തയെ നിന്റെ അടുത്ത് ഒരിക്കലും തരാൻ പോകുന്നില്ല. ഏയ്, നീ വിചാരിക്കുന്നതിനേക്കാൾ അധികം പണം തന്നാൽ തരുമോ? ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ഞങ്ങളുടെ ഓഫർ നീ വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്നാ അടി വാങ്ങാൻ തയ്യാറായിക്കോളൂ. ഓ അങ്ങനെയാണോ? വന്നോളൂ. അല്ല, ഇങ്ങോട്ട് വരൂ. സാബ്ജി, ഇവനെയും കൊണ്ടുപോ.
ഇതെന്താ സംഭവിക്കുന്നത്? ബട്ടു എന്റെ കൈ പിടിക്ക്. എന്റെ കൈ പിടിക്കാനല്ലേ പറഞ്ഞത്? ബട്ടു ഇതെന്താ നിക്കാത്തത്? ബട്ടു വേണ്ട. എന്റെ അമ്മേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്താണോ? നോക്കി നടക്കാൻ അറിയില്ലേ? എന്റെ ഈശ്വരാ, ഗട്ടു ബട്ടൂൺ എവിടെയോ ചുടുന്നത് പോലെ ഫീൽ ആവുന്നുണ്ടല്ലോ. എവിടെയാണ്? നിങ്ങൾ രണ്ടുപേരും മുകളിൽ എന്താണ് ചെയ്യുന്നത്? താഴോട്ട് വരൂ. പ്രൊഫസർ, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ടാണ് നിങ്ങളുടെ ലാബിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ ശത്രുക്കളുടെ വീടിനെക്കാട്ടിലും കഷ്ടമാണല്ലോ. സോറി. എന്റെ ഗാഡ്ജറ്റിലെ ഫ്രണ്ടിനെയും ശത്രുവിനെയും ഒരുപോലെ തന്നെ കാണണം. ഇനി പറ, എന്താണ് സംഭവിച്ചതെന്ന് വേഗം. നോക്കൂ പ്രൊഫസർ, ഞങ്ങൾക്ക് ഈ തത്തയെ വഴിയിൽ വെച്ചാണ് കിട്ടത്. വളരെ പേടിച്ചിരിക്കുവായിരുന്നു. ഇദ്ദേഹത്തിന്റെ പുറകിൽ കുറെ ആൾക്കാരുള്ളത് പോലെ. പോലീസിനെ വിളിച്ചാലേ പറയൂന്നോ പറയുന്നത്. ഞങ്ങളോടൊന്നും പറയുന്നില്ല. സാറ് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും പറഞ്ഞാലോ? എന്റെ ചക്കരമുത്തേ. എന്റെ പേര് ചക്രമുത്തനല്ല, എന്റെ പേര് ക്യാപ്റ്റൻ മാക് എന്നാണ്. My name is Captain Mac. സോറി ക്യാപ്റ്റൻ പാരറ്റ്. ഐ ആം വെരി സോറി. പക്ഷെ നീ എന്തിനാണ് പോലീസിനെ വിളിക്കുന്നത്? എങ്കിലും പോലീസ് തെളിവുകളൊന്നുമില്ലാതെ നീ പറയുന്നത് കേട്ടിങ്ങോട്ട് വരില്ല. മനസ്സിലായോ നിനക്ക്? ഇനി പറ, എന്താണ് കാരണം പോലീസിനെ വിളിക്കാൻ? നീ എന്നോട് പറ, എന്തിനാണ് വിളിക്കുന്നതെന്ന് പറ. പോലീസിനെ വിളിക്കാം. ഞാൻ ആരോടൊന്നും പറയില്ല. പോലീസോട് മാത്രമേ പറയൂ. ബട്ടു, ഐഡിയ. കണ്ടില്ലേ, നിന്റെ പ്രോബ്ലം സോൾവ് ആയി. അങ്ങനെ പ്രശ്നങ്ങൾ തീർന്നല്ലോ. അങ്ങനെ പോലീസ് എത്തി. നീ പറഞ്ഞതുപോലെ പോലീസ് എത്തി. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞോളൂ. പറ. ഒരു ഷോൾഡറിൽ 2 സ്റ്റാർ, മറ്റൊരു ഷോൾഡറിൽ 3 സ്റ്റാർ. ഡ്യൂപ്ലിക്കേറ്റ് പോലീസ്. കൊള്ളാലോ, ഈ തത്തയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ, നല്ല ബുദ്ധിയുണ്ട്. ഇതിനെല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം. സോറി. വേണ്ട. ക്യാപ്റ്റൻ പാരറ്റ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഹെൽപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യോ? എങ്കിൽ ശരി. ഹേ സൂപ്പർ ഗട്ടു, തത്ത സമ്മതിച്ചു. തത്തയില്ല. ക്യാപ്റ്റൻ മാക്. ഇപ്പൊ പറയൂ, നിങ്ങൾ എന്തിനാണ് പോലീസിനെ വിളിക്കുന്നത്? ഞാൻ ആർമിയുടെ പാരറ്റാണ്. ഞങ്ങൾ ചില ആളുകളെ ഫോളോ ചെയ്തു പോയി. അതൊരു സീക്രട്ട് മിഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ലൈഫിന്റെ വലിയൊരു ടാർഗറ്റിന് വേണ്ടിയാണ്. ഇന്നു മുതൽ 10 ദിവസത്തിനകം, അതായത് കൃത്യം 15-ാം തീയതി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ മൂലയിലുമുള്ള ബോംബ് ഒരുപോലെ പൊട്ടിത്തെറിക്കും. ഈ നാടെല്ലാം ചിന്നിച്ചിതറും. ഈ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി നമുക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ജോലി തീർന്നാലുടൻ നമ്മൾ ഈ നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് കുടിയേറി പാർക്കും. ഈ കാര്യം മറ്റാരും അറിയാൻ പാടില്ല, മനസ്സിലായോ? പറയരുത്. എന്റെ പ്ലാൻ അതീവ രഹസ്യമായിരിക്കും. ആ രഹസ്യത്തെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ക്യാപ്റ്റൻ പാരറ്റ്, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. അവരൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. ആ ബോംബ് വേഗം കണ്ടുപിടിക്കണം. ആരാ അത്? അവനെ പോയി പിടിക്കാം. ക്യാപ്റ്റൻ പാരറ്റ്, എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. വേഗം പോയി പോലീസിനോട് എല്ലാ ഇൻഫർമേഷനും കൊടുക്ക്. വേഗം പോ. ഓർമ്മ വെച്ചോ, പോലീസിനോട് മാത്രം പറയണം. എന്റെ ഈശ്വരാ, നിന്റെ പ്രോബ്ലത്തെ കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ക്യാപ്റ്റൻ പാരറ്റ്, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ മേജർ സാബിനെ ഞങ്ങൾ രക്ഷിക്കാമെന്നേ. ഞങ്ങൾക്ക് ആ ലൊക്കേഷൻ മാത്രം ഒന്ന് പറഞ്ഞു തന്നാ മതി. ലൊക്കേഷൻ എനിക്ക് അറിയില്ലല്ലോ. അവർ സാറിനെ പിടിച്ച് ജംഗിളിലേക്ക് പോയല്ലോ. എന്ത്? ശരി, ഓക്കെ ക്യാപ്റ്റൻ പാരറ്റ്. ഈ ജംഗിൾ ഏത് സൈഡിലാണ് ഉള്ളത്? സൺ റൈസ് ആകുന്ന സ്ഥലത്താണോ അതോ സൺ സെറ്റ് ആകുന്ന സ്ഥലത്താണോ? സൂപ്പർ. സൺ എവിടുന്നാണോ റൈസ് ആയത്, അങ്ങനെയാണെങ്കിൽ അത് ഈസ്റ്റ് ഡയറക്ഷൻ. കൊള്ളാം. ശരി ക്യാപ്റ്റൻ പാരറ്റ്, ഇത് പറയൂ, ആ റൗഡികളുടെ ബോസ് എങ്ങനെയുണ്ടാവും? പറയൂ.
പിന്നെ നീ വേറെ വല്ലതും കേട്ടായിരുന്നോ? തലയിൽ തൊപ്പി, മയിൽപ്പീലി, മയിൽപ്പീലി. പിയോ പിയോന്ന് പീക്കോക്ക് കരയുന്നത് പോലെ അത് ശരി, കരയും. കാട് പിന്നെ മയില്. മയില് മയില് അങ്ങനെയാണെങ്കിൽ കിട്ടിപ്പോയി. പീകോക്ക് വാലിയിലായിരിക്കും. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു ചക്കരെ, താങ്ക് യു. സോറി ക്യാപ്റ്റൻ പാരറ്റ്, താങ്ക് യു. താങ്ക് യു. അപ്പൊ പീകോക്ക് വാലിയിൽ പോണം. പീകോക്ക് വാലി. പീക്കോക്ക് വാലി. കാലക്കി സമ്മതിച്ചു ക്യാപ്റ്റൻ പാരറ്റ്. നിങ്ങളുടെ ബുദ്ധിയെ ഞങ്ങൾ സമ്മതിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങള് ഞങ്ങൾ ചെയ്തോളാവുന്നേ. വരൂ പ്രൊഫസർ, നമുക്ക് മന്മാനി സാറിനെ വിളിച്ച് പറയാം. ബട്ടു, നിങ്ങൾ രണ്ടുപേരും ഞാൻ തന്ന പുതിയ കാറിൽ പോയാൽ മതി. ആ പുതിയ കാർ. പോവരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല. അവസാനമായിട്ട് പറയണ ആ ക്യാപ്റ്റൻ പാരറ്റിനെ ഞങ്ങൾക്ക് ഇങ്ങ് തന്നേക്കൂ. ഹായ് ഹായ്, ഇപ്രാവശ്യം ഞങ്ങൾ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പേടിക്കില്ല. വരൂ വരൂ, ഇന്ന് ബട്ടു നിങ്ങളെ വെറുതെ വിട്ടേക്കത്തില്ല. ഇവൻ എന്തായി കാണിക്കുന്നത്? ബട്ടു വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. പറഞ്ഞ കേൾക്ക്. മൻമാനി സാർ, ബട്ടുവിനെ തടയരുത്. ഇന്ന് ബട്ടു ഇവർക്കൊരു പാഠം പഠിപ്പിച്ചേ തീരൂ. എന്റെ ഈശ്വരാ, മൻമാനി സാർ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതൊരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾ ഈ ദേശദ്രോഹികളെ വെറുതെ വിടാൻ വേണ്ടിയാണ് പറയുന്നത്. എന്റെ ഈശ്വരാ, എന്റെ റോക്കറ്റ് എവിടെയാ പോയത്? ബട്ടു, എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്കൊന്ന് സമാധാനത്തോടെ നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ചമ്മക് സിംഗ്, ചായ വേഗം തരൂ. ഇപ്പൊ ബാക്കിയായി ഒന്നുമില്ല സാറേ, വേറെ ചായ ഉണ്ടാക്കി തരാം. ഫ്രണ്ടില് വഴിയില്ലടാ, വഴിയില്ല. ഡോണ്ട് മൈൻഡ്. ഒരു നല്ല ന്യൂസും ഉണ്ട്, പിന്നെ ഒരു ചീത്ത ന്യൂസും ഉണ്ട്. നല്ല ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പീകോക്ക് വാലി നമ്മുടെ ഫ്രണ്ടിലാണുള്ളത്. പിന്നെ ചീത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പീകോക്ക് വാലി 300 ഫീറ്റ് താഴെയാണുള്ളത്. ബട്ടു, നമുക്കിപ്പോ ചിന്തിക്കാൻ സമയമേ ഇല്ലെന്നേ. നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് എടുത്തേ പറ്റൂ. ഇവിടെ നിന്ന് നമുക്ക് പറന്നു പോകാവുന്നേ. ക്യാപ്റ്റൻ പാരറ്റും അതിനെ രക്ഷിക്കാൻ വന്ന എല്ലാവരും നശിച്ചു. അവരുടെ കാറും വാലിയിൽ വീണ് ഇപ്പൊ തകരും. ഞാൻ വേട്ടയാടാൻ വന്ന സ്ഥലത്ത് നിങ്ങൾ തന്നെ ഇരയായി മാറിയോ? എന്റെ അതീവ രഹസ്യമായ സ്ഥലത്തേക്ക് ഇതുവരെ ഒരു പോലീസും ഒരു പട്ടാളവും വന്നിട്ടേയില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഇപ്പൊ വരുന്നത്? എനിക്ക് വഴക്കുണ്ടാക്കണമെന്നൊന്നുമില്ല, ശാന്തനായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് ആ പാരറ്റിനെയാണ് വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ആ ക്യാപ്റ്റൻ പാരറ്റിനെ എനിക്ക് തന്നിട്ട് എത്ര പണം വേണമെങ്കിലും എടുത്തോട്ട് പൊയ്ക്കോളൂ. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കും, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. അവരെ വെറുതെ വിടരുതോ?
ഗട്ടുബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. താങ്ക് യു ക്യാപ്റ്റൻ പാരറ്റ്. ഗട്ടു, ഈ കൂപ്പിയാലാൽ എന്നെ ഒരുപാട് പറത്തി. പറഞ്ഞ് എന്റെ ചിറകെല്ലാം വേദനിക്കുന്നു. എനിക്ക് പ്രതികാരം വീട്ടണം. ഓക്കെ ക്യാപ്റ്റൻ പാരറ്റ്, ചെയ്തോളൂ. അനങ്ങിപ്പോവരുത്. ഹാൻഡ്സ് അപ്പ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. പോലീസ് വന്നു, പോലീസ് വന്നു. ഗട്ടു ബട്ടു, താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും ബോംബ് പൊട്ടുന്നതിന് മുമ്പ് ഈ നാടിനെ രക്ഷിച്ചു. താങ്ക് യു. Thank you, കട്ടുപട്ടു. അറസ്റ്റ് ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. പക്ഷെ താങ്ക് യു പറയുന്നതോ ഗട്ടുവിനോടും ബട്ടുവിനോടും. Watch India's largest kids library only on Jio Hotstar. Download the app now.